90 വയസ്സ് പിന്നിട്ടിട്ടും ക്രിക്കറ്റിനോട് അടങ്ങാത്ത ആവേശവുമായി ഒരാളുണ്ട് കണ്ണൂരിൽ. ക്രിക്കറ്റിനെ കുറിച്ച് പറഞ്ഞാൽ മാലൂർ സ്വദേശിയായ ജാനകി ടീച്ചർക്ക് 100 നാവാണ്. ഏറ്റവും ഇഷ്ടം അങ്ങനെ പറയാൻ പറ്റൂലപ്പാ. ഇപ്പൊ ഈ ടെസ്റ്റിലെ കളിയാണ് ഏറ്റവും ഇഷ്ടം. നീച്ച ഓടിക്കാതെ ആ കുട്ടി സിക്സ് അടിച്ചത് കണ്ടാൽ ആർക്കും രോമാഞ്ചം ഉണ്ടാവും. 4 പതിറ്റാണ്ടുകൾക്ക് മുൻപാണ് ജാനകി ടീച്ചർ ക്രിക്കറ്റിനെ സ്നേഹിച്ചു തുടങ്ങിയത്. ടെലിവിഷൻ അത്ര പ്രചാരത്തിലാവാതിരുന്ന കാലത്ത് റേഡിയോയിലൂടെയായിരുന്നു ജാനകി ടീച്ചർ ക്രിക്കറ്റ് ആസ്വദിച്ചിരുന്നത്. പിന്നീട് ക്രിക്കറ്റിലെ അധികായന്മാരായ സച്ചിനും ഗാംഗുലിയും സേവാഗും ദ്രാവിഡുമെല്ലാം ക്രിക്കറ്റ് ലോകത്ത് നിറഞ്ഞാടിയിരുന്ന കാലത്ത് ടീച്ചറും ടെലിവിഷനിൽ ക്രിക്കറ്റ് ആസ്വദിക്കാൻ തുടങ്ങി. പിന്നീട് തലമുറ മാറ്റമെന്നോണം ധോണിയും കോഹ്ലിയും ശ്രേയസ് അയ്യരും ഗില്ലുമെല്ലാം ക്രിക്കറ്റിന്റെ അമരക്കാരായി മാറിയപ്പോഴും ജാനകി ടീച്ചറുടെ ക്രിക്കറ്റിനോടുള്ള കമ്പം അല്പം പോലും കുറഞ്ഞില്ല. ക്രിക്കറ്റിലെ പുതിയ താരോദയമായ വൈഭവ് സൂര്യവംശി വരെ ജാനകി ടീച്ചറുടെ ഇഷ്ടതാരങ്ങളാണ്. എല്ലാവരെയും പണ്ട് രാഹുലിന, ഗാംഗുലിന, ഗൗതം ഗംഭീർ, സേവാങ് ഇവരെല്ലാം കളിക്കുമ്പം ഞാനെപ്പോഴും, പിന്നെ കോഹ്ലി വന്ന്, ധോണി വന്ന്. ടെസ്റ്റ് എന്നോ ഏകദിനമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ ക്രിക്കറ്റ് ടൂർണമെന്റുകളും ആസ്വദിക്കുമെങ്കിലും 2020യോടാണ് ടീച്ചർക്ക് കൂടുതൽ കമ്പം. ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോഴാണ് കൂടുതൽ ആവേശത്തോടെ ക്രിക്കറ്റ് ആസ്വദിക്കുന്നതെന്നും ജാനകി ടീച്ചർ പറഞ്ഞു. ധോണീന കളിയിൽ വെച്ചിട്ട് ക്രിക്കറ്റിൽ സച്ചിൻ തന്നെയാണ് മുൻഗണന. അത് പറയാൻ പറ്റൂല മോനെ. നീച്ച ഓടിക്കാതെ ആ കുട്ടി സിക്സ് അടിച്ചത് കണ്ടാൽ ആർക്കും രോമാഞ്ചം ഉണ്ടാവും. മാലൂരിലെ വീട്ടിൽ വിശ്രമജീവിതം നയിക്കുന്ന ജാനകി ടീച്ചർക്ക് ഇനി ചില ആഗ്രഹങ്ങൾ കൂടിയുണ്ട്. കോഹ്ലിയെയും ധോണിയെയും ഒന്ന് നേരിൽ കാണണം. ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ സാധിക്കുമെന്ന വിശ്വാസത്തിലാണ് ജാനകി ടീച്ചർ. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.